അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തു സ്വർഗത്തിനെ കുറിച്ചും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ശുഹദാക്കളുടെ മഹത്വത്തെ കുറിച്ചും സ്വർഗത്തിന്റെ ഓരോ പദവികളെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദവി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ 100ാമത്തെ പദവി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ ആ സ്വർഗ്ഗം ആർക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാ അത് അമ്പിയാക്കന്മാർക്കും ശുഹദാക്കൾക്കുമുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ എല്ലാവരും നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോ നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ പടച്ചവനെ ഒരു കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരു കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു സഹാബ ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്നറിയുമോ സഹാബ? കാണാൻ വല്ലാത്ത ഭംഗിയുള്ള പടച്ചവനെ ഒരു മനോഹരമായ കൊട്ടാരം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് ആർക്കുള്ളതാണെന്നറിയുമോ? സഹാബത്ത് പറയുന്നു നബിയേ അത് പ്രവാചകന്മാർക്കുള്ളതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പ്രവാചകന്മാർക്കുള്ളതല്ല എങ്കിൽ ശുഹദാക്കൾക്കുള്ളതായിരിക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ശുഹദാക്കളും അല്ലാഹുവേ അവർക്കുള്ളതല്ല. ആ കാണുന്ന കൊട്ടാരം ശുഹദാക്കളുടെയല്ല. പടച്ചവനെ ശുഹദാക്കൾ പോലും അതിനകത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ സ്വർഗത്തിലെ കൊട്ടാരത്തിലേക്ക് പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ ആ ശുഹദാക്കൾ പോലും ആ കൊട്ടാരത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. അത്ര മനോഹരമായ ഒരു കൊട്ടാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് അതാർക്കുള്ളതാണ് നബിയേ? അതാർക്കുള്ളതാണ് നബിയേ? ശുഹദാക്കൾ പോലും ആഗ്രഹിക്കുന്ന പടച്ചവനെ ആ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ പ്രവാചകനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്കുള്ളതാ. എന്റെ അനുചരന്മാരിൽ ഒരു വിഭാഗം ജനങ്ങൾക്കുള്ളതാ. എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു തരുമ്പോ പാതിരാത്രിയിൽ പടച്ചവനെ മഴ പെയ്യുന്ന ഈ രാത്രിയിൽ സ്വർഗ്ഗഭോഗാവരത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പടച്ചവനെ നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹാബ അല്ലാഹുവിന്റെ ഹൃദയം അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള പടച്ചവന്റെ സിംഹാസനം ഹൃദയത്തിനകത്തുള്ള അടിമകൾക്കുള്ള 5 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശ് പടച്ചവന്റെ സിംഹാസനം ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബ വഹുബ്ബുൽ മൗതി അവന് മരണത്തിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ അർശ് പടച്ചവന്റെ സിംഹാസനമുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വല്ലാത്ത ഇഷ്ടമുള്ള എത്ര ചെറുപ്പക്കാരിപ്പുണ്ട്. അല്ലാഹുവേ, മുടിയെല്ലാം നരച്ചുപോയി, മരണത്തിന്റെ അടയാളങ്ങൾ മുഴുവനും അന്ന് കഴിഞ്ഞ ഉപ്പയ്ക്ക് പോലും മരിക്കാൻ പേടിയാണ്. എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരു ദിവസം പോകേണ്ടവരാണെന്ന് നമുക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, തയ്യാറെടുത്തോ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ രണ്ടാമത്തെ അടയാളം, ആ അടിമയ്ക്ക് മരണത്തിന് സ്നേഹമാണ്. ആ മനുഷ്യന് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കും. അവൻ മരണത്തിനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കാൻ പേടിയില്ലാത്ത മനുഷ്യർ. അല്ലാഹു ആ ഒരു ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ. എല്ലാവരും വഴുതി വെക്കാൻ വന്നതല്ലേ? വഴുതി വെക്കാൻ വന്നത്. എനിക്ക് ആ പുറകിരിക്കണവരൊന്നും കാണുന്നില്ല മനുഷ്യന്മാരെ. ഇവിടെ ഒരുപാട് കസേര മലക്കുകളിരിക്കുന്നു. മലക്ക് വേണ്ട, നിങ്ങൾ വാ. മലക്കിരിക്കണ്ട, നിങ്ങൾ മലക്ക് പുറകില്, മനുഷ്യന്മാര് മുന്നിലിരിക്ക്. ബിസ്മില്ലാ, കേറിക്കോ. ബിസ്മില്ലാ റഹ്മാൻ വാ, അങ്ങോട്ട് കേറിക്കോ. ഞാൻ വേറെ പിരിവോ ഒന്നുമില്ല, സംഘടനകളൊന്നുമില്ല. ഞാൻ ഇൽമു പറയും പോയേക്കും. പെട്ടെന്ന് നിങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹിക്കണം മുമ്പിൽ ഞാൻ പൊക്കളയും. പെട്ടെന്ന് വാ, ഇൻഷാ അല്ലാഹ് കേറിയിരിക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിന്റെ മുൻ സീറ്റിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കേറിയിരിക്ക്. തനിയ എന്റെ മൈക്ക് സെറ്റുകാരൻ പോയോടെ? വെള്ളം കുടിക്കാൻ പോയതാ? വരും ഇൻഷാ. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നല്ല ചൂട് കൊണ്ടില്ലേ? ഇവിടെ ഇത്ര ചൂടാണെങ്കിൽ നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതിപ്പോ ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറയുമ്പോ എന്ത്, എന്നെ കാണാനുള്ള അലർജി കൊണ്ടാ പുറകിൽ പോയിരിക്കണേ? എല്ലാരും ഇങ്ങനെ പുറകില. ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. എപ്പോ വേണമെങ്കിലും വരാം. ഒരു അസുഖമോ ഒരു തലവേദന പോലും വേണ്ട. പടച്ചവനെ ഓർമ്മ വരും. നമ്മുടെ നാട്ടില് എന്റെ വൈഫിന്റെ വീടിനടുത്ത് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് കടന്നതാ. മദ്രസയിൽ പോകാൻ വേണ്ടി മോളെ വിളിക്കുമ്പോ, 8 വയസ്സുള്ള മോളെ വിളിക്കുമ്പോ എഴുന്നേക്കണില്ല. സൈലന്റ് അറ്റാക്ക് കഴിഞ്ഞുപോയി. വാപ്പയുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചപ്പോ എഴുന്നേറ്റ മകളാ. ഉപ്പാനോട് പറഞ്ഞ്, എനിക്ക് കൂടെ കിടക്കണം ഉപ്പാ, എനിക്ക് ഉപ്പാന്റെ കൂടെ കിടക്കണം. പ്രസവന് ഉമ്മയില്ലാത്ത മോളാ. കഴിഞ്ഞ റമദാനിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഉമ്മ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മയോട് പറഞ്ഞു, വാപ്പയോട് പറഞ്ഞു, എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ പതിവില്ലാതെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വാപ്പ എനിക്ക് നിങ്ങളോട് നിസ്കരിക്കണം. 8 വയസ്സുള്ള പൊന്നുമോള് വാപ്പയുടെ കൂടെ നിന്ന് നിസ്കരിച്ചു. വാപ്പ നിങ്ങളുടെ മടിയിൽ കിടക്കണം. കിടന്നോ മോളെ? മടിയിൽ കിടത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയിൽ പോകാൻ വേണ്ടി വാപ്പ ഒരു 7 മണിക്ക് വിളിച്ചപ്പോ അനങ്ങണില്ല. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, കഴിഞ്ഞു, പോയിട്ട് കുറച്ചേരം ആയെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തെ കാത്തിരുന്നോ, എപ്പോ വേണമെങ്കിലും മരണം വരാം. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്, കാത്തിരിക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അബൂദാബിയിൽ ഹദീസ് കാണാം. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പോയത്രേ. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. ആ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. വല്ല അഭിലാഷം ഉണ്ടെങ്കിൽ പറ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ. അല്ലാഹുവേ പടച്ചവനെ, ആ മനുഷ്യൻ പറഞ്ഞു അത്രേ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതും പറഞ്ഞ് കാത്തിരിക്ക, ഇനിയും താമസിക്കാനോ? 40 കൊല്ലമായിട്ട് മരണത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിട്ടിരിക്കുകയാ, ഇനിയും താമസിക്കാൻ എനിക്ക് സമയമില്ല, പെട്ടെന്ന് വിടിച്ചോ? ഇല്ല മനുഷ്യ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ. അവസാന മനുഷ്യൻ പറഞ്ഞു, എത്ര ഇസ്രായേലിൽ നിനക്കെത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് 2 റക്അത്ത് നമസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ അത്തഹിയ്യാത്തി കിടക്കുമ്പോ പിടിച്ചോളാൻ. അള്ളാഹു ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 40 വർഷമായിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്ക്. ഇത് 40 വർഷം പോയിട്ട് 60 പോകേണ്ട സമയം കഴിഞ്ഞു. തന്നെക്കാളും പ്രായം കുറഞ്ഞവരൊക്കെ പള്ളിക്കുഴിയിലേക്ക് പോകുന്നത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ മാറ്റമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ
അള്ളാഹുവിന്റെ പ്രവാചകന് മസ്ജിദ് നബവിക്കകത്തിരുന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് ശുഹദാക്കളുടെ പ്രതിഫലം പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂല് പള്ളിക്കകത്തിരുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഐസാ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്നെല്ലാം കേൾക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഐസാ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ശുഹദാക്കളുടെ പ്രതിഫലം പറയുന്നത് ഞാൻ കേട്ടു നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അടർക്കളത്തിൽ പോയി യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാ കഴിയില്ലല്ലോ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല കാര്യവുമുണ്ടോ? ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷാ, നാളെ പടച്ചവന്റെ കോടതിയില് ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ ഹംസ റളിയല്ലാഹു തആല അൻഹു മുതൽ തുടങ്ങിയിട്ട് പടച്ചവരെ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷാ, ഒരു ദിവസം 20 പ്രാവശ്യം, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവളാണല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ അല്ലാ എന്നൊരു മനുഷ്യൻ 20 പ്രാവശ്യം, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, മരിക്കുമല്ലോ, ഞാൻ മരിക്കേണ്ടവളാണല്ലോ എന്നാരെങ്കിലും മരണത്തെക്കുറിച്ച് ഓർത്താൽ അവൻ നാളെ ശുഹദാക്കളുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പ്രാവശ്യം പടച്ചവനെ, ഞാൻ മരിക്കേണ്ടവളാണല്ലോ, ഞാൻ മരിച്ചു പോകണമല്ലോ, പള്ളിക്കുടിയിലേക്ക് പോകണമല്ലോ, എന്നെ കൊണ്ടുപോകുമല്ലോ, എപ്പോഴാണെന്നറിയില്ലല്ലോ, എനിക്കൊന്ന് നന്നാകണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനുണ്ടല്ലോ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ടുള്ള ചിന്തയുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോരേ, ഏത് നന്നാകാത്തവനും നന്നാകും പൊന്നുമോര്, എത്ര വലിയ വൃത്തികെട്ടവനും നന്നാകും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ 20 പ്രാവശ്യം ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ച് ഓർത്താൽ അല്ലാഹുവേ, പടച്ചവനെ ഇബാദത്ത് ചെയ്യുവാനുള്ള ഉത്സാഹം തോന്നുകയാ, അവന് ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം തോന്നുകയാ. പടച്ചവനെ, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോ, പിന്നെ അടുത്ത ബാങ്ക് വിളിച്ചെങ്ങനെയെങ്കിലും പള്ളിയിൽ പോകണമല്ലോ, ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹമാണ്, ദിക്റുകൾ പറയാനുള്ള ആഗ്രഹമാണ്. 2, മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുമോ? അവൻ എപ്പം തെറ്റ് ചെയ്താൽ, എന്ത് തെറ്റ് ചെയ്താൽ അവൻ അപ്പം തന്നെ തൗബ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത കടന്നു വരുമ്പോ ഒരു തെറ്റ് ചെയ്താ പിന്നെ അവന് സമാധാനമില്ല, തൗബ ചെയ്യാതെ സമാധാനമില്ല. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും അവൻ ഇങ്ങനെ ദിക്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാ, എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാ, എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരുപാട് പാപം ചെയ്തവരാ പൊന്നുമോര്, നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, ദുആ ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയടേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒരു യാത്ര പോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, സഹാബാ,
എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബ, എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബ. സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി, സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, സഹാബ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 70 പ്രാവശ്യം എല്ലാ ദിവസവും നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു ദിവസം 70 പ്രാവശ്യം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? 70 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം തന്നെ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി എന്തിനാ 70 എന്ന് എണ്ണം പറഞ്ഞേ? 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൂടെ മടിയുണ്ടാകും നിങ്ങൾ എങ്ങനെ ഇരുന്ന, ചിലപ്പോൾ ഇത് തന്നെ ഇടിഞ്ഞ് തലയെ വീണ് കളയും. അതുകൊണ്ട് നല്ലൊരു സദസ്സ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 700. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ നമ്മളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും, നമ്മളെ കുറിച്ചിട്ടായിരിക്കും. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി ഒരു മനുഷ്യന് 700 പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ, 700 പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ദിവസം 700 പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയാ? അവൻ എന്തായിരിക്കും? എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാ തുടങ്ങിക്കോ. ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം ഇൻഷാ അല്ലാ എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ പറഞ്ഞൂടെ? നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്കു, പ്രതിഫലം പറയാം. 70 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത 700 പാപം അല്ലാഹു പൊറുക്കും. 2 ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ, ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ മരിക്കുമ്പോഴും ഓർമ്മയുള്ള കാലത്തോളം പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ. പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്. സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരിപ്പുണ്ടോ? പടച്ചവനെ കൈവിറക്കാതെ കണ്ണു നിറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകളുണ്ടല്ലോ. മാരക രോഗം പിടിച്ചിട്ട്, ക്യാൻസർ പിടിച്ചിട്ട് അല്ലാഹുവേ കിടന്ന് കരയുന്നവരുണ്ടല്ലോ. മാരക രോഗങ്ങൾ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ റസൂലുള്ളാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തൂല. അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. പടച്ചവനെ ഒറ്റപ്പെട്ടു പോവുകയാ. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എങ്കിലില്ലാത്തവനെ പോലെയാ എന്റെ പ്രിയമുള്ളവരെ. അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യർ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ?
അള്ളാന്റെ റസൂല് പറയുന്നു സഹാബ, അവൻ അല്ലാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല. 4-4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ റിസ്കിലെ വിശാലത ചെയ്യും, നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മക്കൾ പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട. മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അസ്തഗ്ഫിറുല്ലാഹിയുടെ പ്രതിഫലത മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ലാ അല്ലാഹുവേ പടച്ചവനെ പ്രസംഗം നടത്ത അസ്തഗ്ഫിറുല്ലാഹിയെ കുറിച്ച് പറയാ. അസ്തഗ്ഫിറുല്ലാഹിയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെന്ന് പറഞ്ഞു, അല്ലാഹുവേ പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകെ വന്നിരിക്കുക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്നു വയല് കേൾക്കുക. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു റഹ്മഹുല്ലാ അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ പാവം മുഴുവനും പുറത്തു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഏറ്റവും വലിയ പാവിയായ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നേരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നു. സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഹസൻ ബസരിയോട് ചോദിച്ചു അത്രേ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എടാ നിനക്കല്ല, നിന്നെ പോലെ 100 എണ്ണം ചോദിച്ചാലും അല്ലാഹു പുറത്തുതരും. നിന്നെ പോലെ 100 എണ്ണം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു പുറത്തു തരും. അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഏറ്റവും പുറകിൽ പോയിരുന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവേ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, പടച്ചവനെ അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാ ഞാൻ, ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല പടച്ചവനെ. ഒരുപാട് പാപം ഞാൻ ചെയ്തവനാ, എങ്ങനെയാണിത് മുഴുവനും നിന്നോട് ചോദിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല. എങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞു, മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ നീ പുറത്തു തരുമെന്ന്. അല്ലാഹുവേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ഈ പാപങ്ങളിലേക്ക് മടങ്ങില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ എന്റെ പാപം നീ പുറത്തു തന്ന 3 അടയാളം എനിക്ക് കാണിച്ചു തരണം. എന്റെ പാപം മുഴുവനും നീ പുറത്തെങ്കിൽ ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ 3 അടയാളം നീ എനിക്ക് കാണിച്ചു തരണം. 1, ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം. 2, ഏറ്റവും മനോഹരമായ ശബ്ദം, ഈ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എനിക്ക് തരണം. 3, എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ, 24 മണിക്കൂറും എനിക്ക് ഇബാദത്തും നിന്റെ കാര്യമായി കഴിയണം. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ നീ തരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. ഉടനെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തോന്നി. നേരെ ഹസൻ ബസരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് ഇൽമു പഠിക്കാൻ തുടങ്ങി. ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹിയുടെ പ്രതിഫല പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് 3 അടയാളം അല്ലാഹു കാണിച്ചു കൊടുത്തു. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇൽമു പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരമായ ശബ്ദം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ഇദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോ പറവകൾ പോലും വന്നിരിക്കുമായിരുന്നു അത്രേ. ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും മൃഗങ്ങൾ പോലും വന്ന് മുന്നിലിരിക്കുമായിരുന്നു അത്രേ. തെറ്റ് ചെയ്യാൻ, കള്ളുകുടിക്കാൻ, വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുമ്പോ ഈ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ വന്ന് അവിടെ ഇരുന്ന് നന്നാകുമായിരുന്നു. അത്രയ്ക്കും മനോഹരമായ ശബ്ദം. 3, എല്ലാ ദിവസവും വീടിന്റെ കവാടം തുറക്കുമ്പോ വീടിന്റെ പുറത്ത് ഭക്ഷണം ഉണ്ടാകുമായിരുന്നു. ഞാനിത് പറഞ്ഞത് ഒരു അസ്തഗ്ഫിറുല്ലാഹിയുടെ പ്രതിഫലമായി എത്ര പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ പറ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത വന്നു കഴിഞ്ഞാൽ തൗബ ചെയ്യും. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോകണം. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോകണം. ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കും. ഉടനെ ഇവൻ തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും. അവസാനം ശൈത്താൻ ഇനി ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകണം. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മരണചിന്ത കടന്നു വന്നാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
പണത്തിനോടുള്ള മോഹം വാരി കൂട്ടണം. ഹലാലും ഹറാമൊന്നും ഇല്ല. യവനെ കൊന്നിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും കള്ള് കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പടച്ചവനെ പണം ഉണ്ടാക്കണം, വാരി കൂട്ടണം എന്ന ഒരു ആഗ്രഹം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതങ്ങ് മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറു ബറക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ അനിയ ബർക്കത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നീ പൊക്കാത്തെ. ബർക്കത്ത് എന്താണെന്നറിയില്ല, അതാ പൊക്കാത്ത. പൊക്കിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് വാപ്പയ്ക്കാ? ഏത് വാപ്പയ്ക്കാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തന്റെ മക്കളെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു ചൂരലെടുത്തു വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ തല്ലാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു. അള്ളാഹു ആ വാപ്പന്മാരിൽ പെടുത്തുമാറാകട്ടെ. മക്കളെ തല്ലാൻ വീട്ടിൽ വടിയെടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ മക്കളെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചൂരൽ, ഒരു ചെറിയ ഒരു കാപ്പിക്കമ്പെങ്കിലും വെച്ചവരുന്ന് കൈവക്കിക്കേ. ആരെങ്കിലും വീട്ടിലുണ്ടോ? 2 പേരുണ്ട്. ചുമ്മാല നിന്റെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലി, നീ നന്നായി. പക്ഷെ ഇന്ന് നിന്റെ മക്കളെ തല്ലേണ്ട സമയത്ത് തല്ലുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ, മക്കളെ ചുമ്മാതെ ആവശ്യമില്ലാതെ എടുത്തിട്ട് തല്ലലല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇരുന്ന് കരയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കൾ തന്നെ ചോദിക്കും, ഇപ്പം തല്ലിയിട്ട് കാര്യമില്ല, ഇപ്പൊ തല്ലിയിട്ട് കാര്യമില്ല. അള്ളാഹു ഇവിടെ ഞാൻ ഈ അടുത്ത് വല്ലാത്തൊരു അത്ഭുതമുണ്ട്. ഈ പ്രേമം പണ്ട് പറയാറുണ്ട്, പ്രേമം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്താണ്. പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ. ഈ അടുത്ത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയാ, പെമ്മക്കളെ കൂടുതൽ നമ്പല്ലേ. എല്ലാവരും പറഞ്ഞേക്കാം, പെമ്മക്കളെ കൂടുതൽ നമ്പണ്ട. കാരണം ഇവളുമാരൊക്കെ വല്ലാത്ത കാഞ്ഞ ബുദ്ധിയാ നമ്മുടെ പെമ്മക്കൾക്ക്. രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കണ മക്കളുണ്ട്. എന്ത് സ്നേഹത്തോടെ നടക്കണം വാപ്പയുടെ കൂടെ, ഉമ്മാന്റെ കൂടെ വല്ലാത്ത സ്നേഹം. ഞാൻ സ്ഥലം പറയുന്നില്ല. വടച്ചനെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് വണ്ടി കയറി, അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. പെട്ടെന്ന് തന്നെ അല്ലാഹു വലിച്ചെടുച്ചുകൊണ്ട് പോയി. ഭക്ഷണം കഴിക്കാൻ പോലും വിട്ടില്ല. പോകാം. പടച്ചോനെ ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ പടച്ചോനെ ഉമ്മായും വാപ്പായും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്നു, ബാഗും കൊണ്ട് മോൾ ഇപ്പുറത്ത് റൂം ഇരിക്ക. അല്ലാഹുവെ കാണാൻ അടകുള്ള മുസ്ലിമായ ഒരു ചെറുപ്പക്കാരി. പടച്ചോനെ അല്ലാഹു വാപ്പയും ഉമ്മയും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് മകള് ബാഗും കൊണ്ടിരിക്ക. എന്തേ? ഇവളും രാത്രി ഒന്ന് ചാടി, ആരും കണ്ടില്ല, പിടിച്ചു വീട്ടിൽ കൊണ്ടിരുത്തിക്ക, വീണ്ടും പോകാനിരിക്ക. എന്തേ ഞാൻ ഇവളോട് പറയേണ്ടത്? ഉസ്താദെ ഞങ്ങൾ ഇപ്പം മരിക്കും, ഇവള് ഇവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും. ഓള് പറഞ്ഞത് കഥക് തുറക്കെനിക്ക് പോണം. അല്ലാഹുവെ പടച്ചവനെ അവസാനത്തെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ, ഉമ്മമാരോട് തമാശയും കളിയോ. ഉസ്താദെ എന്റെ മോള് മലക്കാ ഉസ്താദെ, അവളൊന്നും ചെയ്യൂല എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആരെങ്കിലും എന്ന് പറയുമ്പോൾ അവനെ കളിയാക്കുന്നവരുണ്ട്. എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ എൻ്റെ അനുഭവം പറയാം. 2-3 ആഴ്ച ആയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അല്ലാഹുവെ പടച്ചോനെ ഞാൻ ആ വീടിനകത്ത് കയറി ചെന്നു. അപ്പൊ ഈ ഉമ്മ എന്ത് പറഞ്ഞാലും ഇവള് പോകുക. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഉസ്താദെ ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും, അവക്കൊരു കുഴപ്പമില്ല. ആ പെണ്ണിന് ഒരു കുഴപ്പമില്ല. അല്ലാഹുവെ പടച്ചോനെ ഉസ്താദെ ഞങ്ങൾ മരിച്ച ഇവള് മയ്യത്തെ കാണാൻ പോലും വിടല്ലേ. ഉമ്മ പറയാ, ഞങ്ങൾ മരിച്ചാൽ ഇവളെ മയ്യത്ത് കാണാൻ പോലും വിടരുത്. അവള് പറയാ, ഞാൻ വരത്തില്ല ഉമ്മ നിങ്ങളുടെ മയ്യത്ത് കാണാൻ. അതാ മകള്, ഞാൻ വരൂല നിങ്ങളുടെ മയ്യത്ത് കാണാൻ. അല്ലാഹുവേ പടച്ചോനെ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത ഇങ്ങനെ ഇരിക്ക. അവസാനം ഈ പെണ്ണിനെ ഒന്ന് നന്നാക്കണമെന്ന് തോന്നിയിട്ട് അവസാനത്തെ പടിയെന്ന രീതിയിൽ ഇവള് വാപ്പാനെ പിടിച്ച് തെള്ളുക, കഥോറൊക്കെ എനിക്ക് പോണോന്ന്. അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ, പക്ഷേ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതി വെച്ചിട്ട് നീ പോണം. നിന്റെ വാപ്പയും ഉമ്മയും 19 കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉപ്പയും ഉമ്മയും ഇന്നത്തോടെ മരിച്ചു, എനിക്കിവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എവിടെയാ ഉസ്താദെ എഴുതണ്ടേന്ന് ചോദിച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എവിടെ എഴുതണം? എന്റെ വാപ്പയുമ്മയും മരിച്ചെന്ന് എഴുതാൻ പടച്ചവനെ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി. എന്തു പറയണമെന്നറിയില്ല. അള്ളാഹുവെ പടച്ചവനെ എനിക്ക് കലി വന്നിട്ട് പറയാൻ പറ്റണതൊക്കെ ഞാൻ പറഞ്ഞു.
എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ദേഷ്യം വന്നിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അവസാനം ആ ഉപ്പയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മക്കത്ത് വരെ പോയിട്ട് വാ, ഇത്തിരി പൈസ മുടക്കിയിട്ട് കഅബ കണ്ടിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഒന്ന് ദുആ ചെയ്തിട്ട് വാ. അള്ളാഹുവെ ഞാൻ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തു, റമളാൻ മാസത്തെ കഅബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു. രാവിലെ കഅബാലയത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന പൊന്നുമോളോട്, പടച്ചവനെ, എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദന തോന്നി, ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു, ഒന്ന് പൊരുത്തം ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പെൺകുട്ടിയുടെ അടുക്കൽ പോയി. ഒന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, കഅബാലയത്തിലേക്ക് പോവുകയാണല്ലോ. പൊരുത്തം ചോദിക്കാൻ വേണ്ടി പോയപ്പോഴും ഇവളുടെ പഴയ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുകയാ, കഅബ ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും, നീ എന്ത് ചോദിക്കും? കഅബയിൽ പോകാ, റമളാൻ മാസവാ, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ല തരും. നീ ആദ്യം കഅബ കാണുമ്പോ എന്ത് ചോദിക്കും? ഉസ്താദെ, എനിക്ക് അവനെ വേണം, ഞാൻ അതേ ചോദിക്കത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ ചെന്നിട്ട് കഅബ ആദ്യമായിട്ട് കാണുമ്പോ അവള് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവസാനമായിട്ട്, ഇത് ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ, ഇനി കാണാൻ പറ്റൂലല്ലോ, ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ 21 വയസ്സ് തികയുമ്പോ പോകാൻ കാത്തിരിക്കണവളാ. അവളാ പറയണത്, നീ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ, ഒന്ന് പോയി കണ്ടിട്ട് വരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, ഇതുപോലെ കണ്ണിനീര് കുടിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, നമ്മൾ അറിയാഞ്ഞിട്ടാ. അള്ളാഹു ആ പൊന്നുമോക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, തല്ലണ്ട സമയത്ത് തല്ലണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ, തന്റെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ പടച്ചവനെ വീട്ടിലൊരു വടിയെടുത്ത് വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു വടി എടുത്തു വെച്ചോ, രക്ഷപ്പെടും, രക്ഷപ്പെടും. രണ്ട് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങല്ലേ, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ നല്ല സുഖമാ, സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാൻ നല്ല സുഖവാ. ഉറങ്ങല്ലേ, ഇസ്റാഖിന്റെ സമയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം 4ാമത്തെ പ്രതിഫലമാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ല. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ചവൻ നിനക്ക് ഭക്ഷണം തരുമെന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അർശഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന, അല്ലാഹുവിന്റെ സിംഹാസനം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന അടിമയുടെ 2ാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അവന് മരണത്തിന് വല്ലാത്ത ഇഷ്ടമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി എന്ന് ആഗ്രഹിക്കുന്നവനല്ല. രോഗങ്ങൾ പിടിപെട്ടിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോ ഒന്ന് മരിച്ചാ മതി പടച്ചവരെ എന്ന് ആഗ്രഹിക്കുന്നവനല്ല. പടച്ചവരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ആഗ്രഹത്തോട് മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, മരിച്ചാലല്ലേ അള്ളാഹുവിനെ കാണാൻ പറ്റൂ എന്ന ചിന്തയോടുകൂടി മരണത്തെ ആഗ്രഹിക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, റൗളാ ശരീഫിന്റെ മുറ്റത്ത് പോകണമെന്നല്ല. അലാ മനസ്സിന്റെ ഉള്ളിൽ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവരോ, ഞാനും നിങ്ങളും ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എന്ത് ചെയ്താലും ആഗ്രഹിക്കുന്നത് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, റമദാൻ മാസം മുഴുവനും പടച്ചവനെ നോമ്പ് പിടിച്ച് നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് പടച്ചവനെ തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്റുകൾ പറഞ്ഞ് സദഖകൾ കൊടുത്തു പാതിരാത്രി പടച്ചവന്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫിരുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ, റമദാൻ കഴിഞ്ഞതോടുകൂടി പിന്നെ പള്ളിയിൽ ആളില്ലല്ലോ, നമസ്കരിക്കാൻ ഏത് പള്ളിയിലാ ആളുള്ളത്? പടച്ചവനെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയല്ലോ. ഇമാമും മുഅദ്ദിനും പിന്നെ കുറച്ച് പ്രായമുള്ള ഉപ്പമാര്, അവരല്ലാതെ ആരുമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പോകണ്ടേ പൊന്നുപോര്? ഒറ്റയ്ക്ക് ആറടി മണ്ണിനകത്ത് പോയി കിടക്കണ്ടവരാ. പടച്ചവനെ ആരും നിന്റെ കൂടെ വരില്ലല്ലോ. നിനക്ക് ജന്മം തന്ന വാപ്പ വരൂല, നൊന്ത് പ്രസവിച്ച ഉമ്മ വരൂല, കൂടെ കിടന്ന് സുഖിക്കുന്ന ഭാര്യ വരൂല, നിന്റെ രക്തത്തിൽ പിറന്ന് നിന്റെ മക്കള് വരൂല, നിന്റെ കൂടെ പിറപ്പ് വരില്ല, കൂട്ടുകാര് വരില്ല. ഒറ്റയ്ക്ക് ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊട്ടാരം പോലെയുള്ള വീട് കളഞ്ഞിട്ട് പച്ച മണ്ണിനകത്ത് പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അടാ ഒരിക്കലും കൈവിടാത്തവർ കൂട്ടുകാരനെ പറഞ്ഞു തരാ. ആര് കൈയൊടിഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ആ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആള് വേണ്ട, നിന്നെ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. പടച്ചവനെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് എല്ലാവരും പോയിരുന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരും നിനക്ക് പറഞ്ഞു തരണ്ടടാ. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പച്ച പറവയെ പോലെ പറക്കടോ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പൊന്നുമോനെ, അസ്റായീലിന്റെ കൂടെ കൂടിക്കോ. ഏറ്റവും നല്ല കൂട്ടുകാരനാണടോ. മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള മോഹമുണ്ടെങ്കിലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവേ ശുഹദാക്കളും പ്രവാചകന്മാരും മുഴുവനും കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ കൊട്ടാരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, അത് പ്രവാചകന്മാർക്കുള്ളതല്ല, അത് ശുഹദാക്കൾക്കുള്ളതല്ല. എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പിന്നെ ഈ കൊട്ടാരമാർക്കുള്ളതാ നബിയേ? പിന്നെ ഈ കൊട്ടാരമാർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, അള്ളാഹിന് വേണ്ടി പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാ ദിവസവും നിന്നെ കാണുമ്പോ എടാ ഇന്ന് സുബഹി നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? എടാ ഇന്ന് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വഖത്ത് കളയാക്കിയോ? നീ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനുമില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അസ്റായീലിനെ കൂട്ടുകാരനാക്കിക്കോ. അസ്റായീലിന്റെ പേര് കേൾക്കുന്നത് പോലെ പേടിയല്ലോ, അസ്റായീലിന്റെ പേര് കേൾക്കുന്നത് പോലെ പേടിയല്ലോ. എന്തിനാ പേടിക്കുന്നത്? റൂഹ് പിടിക്കാൻ മാത്രമല്ല അസ്റായീൽ വരുന്നത്. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ കാണാമടാ പൊന്നുപോര്. വേണമെന്ന് വെച്ചാ നാളെ രാവിലെ നിനക്ക് കാണാൻ കഴിയും ചെറുപ്പക്കാരാ. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായീലിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വഅദ് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പടച്ചവരെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം,
ഇടയത്താഴം കഴിക്കാൻ റമദാനിൽ എഴുന്നേറ്റപ്പോ കേട്ടതാ. പിന്നെ ഒരാഴ്ച ഈ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാത്ത ചെറുപ്പക്കാരുണ്ട്. പൊന്നുമോനെ, നാളെ രാവിലെ അലാറം വെച്ചിട്ട് എഴുന്നേക്കണമടാ. റൂഹ് പിടിക്കാൻ വരുന്ന നിന്റെ കൂട്ടുകാരനെ കാണോ, അസ്റായിൽ എന്ന മലക്കിനെ കാണാൻ ആഗ്രഹമുണ്ട്. രാവിലെ എഴുന്നേക്കണം പൊന്നുമോര്. എന്നിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവേ ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാണ്, ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാ. ഈ ഒരുമിച്ച് കൂടിയ ഓരോ ചെറുപ്പക്കാരനും നാളെ രാവിലെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വെളിയിലെ പൈപ്പിൽ നിന്ന് ഉളവെടുക്കുകയാണ്. എന്നിട്ട് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ പള്ളിക്കകത്തേക്ക് കടക്കുമല്ലോ, വലത് കാല് വെച്ച് കയറുമല്ലോ, വലത് കാല് വെച്ച് കയറുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് സുബഹി നമസ്കരിക്കാൻ വലത് കാലെടുത്ത് പള്ളിക്കകത്തേക്ക് വെക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ പൊന്നുപോലെ, ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ ചെറുപ്പക്കാരാ. നിൽക്കുന്നുണ്ടടാ ചിരിക്കുന്ന മുഖത്തോട് വെള്ള വസ്ത്രം ധരിച്ചു പള്ളിയുടെ കവാടത്തിൽ നിന്നെയും കാത്തു നിൽക്കുകയാ. പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുന്ന നിന്നെ സലാം പറഞ്ഞിട്ട് അസ്റായിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മോനെ ഈ നമസ്കാരം മരിക്കുവോളം നിലനിർത്തടൂ, ഈ നമസ്കാരം മരിക്കുവോളം നിലനിർത്തടൂ. അല്ലാഹുവേ നിലനിർത്തിയാ എന്നെ ഇതുപോലെ കാണാമോനെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ജീവിതത്തിന്റെ അവസാന ദിവസമുണ്ടല്ലോ, ആ ദിവസം എന്നെ ഇതുപോലെ നിനക്ക് കാണാൻ കഴിയുമെന്ന് പള്ളിയിലെ നമസ്കരിക്കാൻ പോകുന്ന ഓരോ ആണിനെയും കെട്ടിപ്പിടിച്ചിട്ട് മലക്കുൽ മൗത്ത് ഓരോ ദിവസവും 5 പ്രാവശ്യം പറയുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമസ്കരിക്കാൻ മടിയാ. പടച്ചവന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റോഡിലൂടെ നടക്കുന്നവരുണ്ടല്ലോ, പള്ളിയുടെ മുന്നിലൂടെ നടക്കുന്നവരുണ്ടല്ലോ, പള്ളിയുടെ ചാരത്തുള്ള കടക്കകത്തിരിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പൊന്നുമോരെ രക്ഷപ്പെടില്ലടാ. മലക്കുൽ മൗത്ത് നിന്റെ കടയുടെ മുന്നിലോ നിന്റെ വീടിന്റെ മുന്നിലോ വന്നിട്ട് പറയുന്ന പടച്ചവനെ മറന്നുകൊണ്ടിരുന്നോടാ. അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദികേട് കാണിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ വരുമടാ, ഒരു ദിവസം ഞാൻ വരുമടാ. അന്ന് എന്നെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങളെ ചാകുന്നത് പോലെ ചാകാ തയ്യാറെടുത്തു എന്ന് അസ്റായിൽ ഇന്നത്തെ ദിവസം 5 പ്രാവശ്യം പലരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ദ റഅസി റജുലിൻ മിനൽ അൻസാർ, സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവര് ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാ. മരണത്തോട് മല്ലടിക്കുന്ന ചെറുപ്പക്കാർ റസൂലുള്ള തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവേ, എന്തൊരു കോലമെന്നറിയുവോ, എന്തൊരു ഉയരമെന്നറിയുവോ. പടച്ചവരെ, തീപന്തം ശരീരത്തിൽ നിന്ന് നാവിലൂടെ പടച്ചവരെ തീയാട് ഭയാനകമായ രൂപത്തിൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാ. റസൂലുള്ള പേടിച്ച് കരഞ്ഞുപോയി, കൈകാല് തളർന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് വിറച്ചുകൊണ്ട് ചോദിച്ചു, അസ്റായീല്, ഇതെന്ത് രൂപമാ അസ്റായീൽ, ഇതെന്ത് കോലമാ അസ്റായീൽ, എന്തൊരു ദുർഗന്ധമാ അസ്റായീൽ, കണ്ടിട്ട് പേടി തോന്നുന്നല്ല അസ്റായീൽ. നിനക്കൊന്ന് നല്ല രീതിയിൽ വന്നുകൂടെ, നിന്റെ നല്ല രൂപത്തിൽ വന്നുകൂടെ. ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചോദിക്കുമ്പോ മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്,
ഇവനൊരു പരിഗണനയുമില്ല, ഇവനോടൊരു സ്നേഹവുമില്ല, ഇവനോടൊരു കരുണയുമില്ല, ഇവനോടൊരു പരിഗണനയും കാണിക്കില്ല. ആര് പറഞ്ഞാൽ ഇവനോട് ഞാനൊരു സ്നേഹവും കാണിക്കില്ല. കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, ഓരോ ദിവസം 5 പ്രാവശ്യം ഇവനോട് ഈ ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തതാ നബിയേ. ഇവൻ അനുസരിച്ചില്ല, ഇവൻ നന്നായില്ല, ഇവൻ എന്നെ കളിയാക്കിയവനാ, ഞാൻ പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവനാ. അതുകൊണ്ട് ഇവനോടൊരു പരിഗണനയുമില്ല. ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുമോ, ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുമോ. അല്ലാഹുവിന്റെ പ്രവാചകര് കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. റസൂലുള്ള വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന വഴിയില് വീടിന്റെ വെളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അസ്റായീലേ, ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് നീയൊന്ന് പുഞ്ചിരിക്കുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് നബിയേ. അവന്റെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അസ്റായീലിന്റെ കൂട്ടുകാരന്റെ റൂഹ് പിടിക്കാൻ 5 നേരം കളയാകാതെ നിസ്കരിക്കുന്നവന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അവിടുന്ന് സലാം പറയുകയാ. വെള്ള വസ്ത്രം ധരിച്ച് പടച്ചവനെ തന്റെ കൂടെ വരുന്ന മലക്കുകൾ മുഴുവനും വീടിന്റെ കവാടത്തിൽ നിന്ന് സലാം പറയുകയാണ്. അകത്തേക്ക് കടന്നു, റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കുന്നില്ലല്ലോ, കിടന്ന് കരയുകയാണല്ലോ, മരണവേദന വല്ലാത്ത വേദനയാണല്ലോ. റസൂലുള്ള പോലും വേദനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് കരയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ, അസ്റായീൽ ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാ നീ കിടന്ന് കരയുന്നത്? എന്തിനാ നീ കിടന്ന് വിളിച്ചു പോകുന്നത്? നിന്നെ കൊണ്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നിനക്ക് നിന്റെ പ്രതിഫലം കാണണ്ടേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. പടച്ചവന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ രോഗം പിടിച്ചിട്ടും പോയി നിസ്കരിച്ച വാപ്പാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടത്തിൽ നിന്റെ കൂട്ടുകാരി പള്ളിയിൽ കയറാതെ കളിക്കാ വിളിക്കുമ്പോ, പൊന്നുമോനെ, എനിക്കെന്റെ റബ്ബാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു നമസ്കരിച്ച ചെറുപ്പക്കാരാ, കാണാമടാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പൊട്ടിക്കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്? മോനെ, കാണണ്ടേ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം കാണണ്ടേ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം കാണണ്ടേ. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിക്കുന്ന സമയം സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. റബ്ബേ,
റസൂലുള്ള പറയുകയാണ്, ശൈത്താന് വല്ലാത്ത കോപമാ, ശൈത്താന് വല്ലാത്ത കോപമാ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഒരു മുസ്ലിം മരിക്കുമ്പോ പടച്ചവരെ ശൈത്താന് വല്ലാത്ത ദേഷ്യവാ. അനുചരന്മാര് ചോദിക്കുന്നു, യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, എന്തേ ഇത്ര കോപമെന്ത്? അവിടെന്ന് പറയുന്നു, ഇത്ര നാള് നിങ്ങൾ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചതിൽ കാര്യമില്ല, ഈ അവസാന സമയമുണ്ടല്ലോ, അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? ഇനി അവസരമില്ല, ഇനി അവസരമില്ല, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, ലഅനത്താക്കപ്പെട്ടവൻ ഇറങ്ങി വരികയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില്, മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ഇടത് സൈഡിൽ അടുത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയില്ലേ മോനെ, പറഞ്ഞാ നീ നഷ്ടപാളിയാ. എടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ, നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്, കുടിക്കാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ റസൂലുള്ളയോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, 5 നേരം നിസ്കരിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നതിന് മുമ്പ് അസ്റായിൽ പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ പറഞ്ഞു തരും, ചെറുപ്പക്കാരാ, അസ്റായിൽ പറഞ്ഞു തരും, ഒന്ന് പറയടാ പൊന്നുമോരെ, പറയടാ പൊന്നുമോരെ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. മോനെ, ഞാൻ ആരെന്നറിയുവോ? നിന്റെ ആത്മാർത്ഥ സുഹൃത്താടാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാണടാ. ഒന്ന് പറ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആരും പറഞ്ഞു തരാൻ വേണ്ട, ഒന്നീ നിനക്ക് അസ്റായിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് മരിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.